ഹലോ ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ ദേ ഇവിടെ ഞാനൊരു ക്യാമ്പയിൻ ഷൂട്ടൊക്കെ കഴിഞ്ഞ് എൻ്റെ സ്റ്റുഡിയോ ആണ് കേട്ടോ. എഡിറ്റിംഗ് ഷൂട്ടും ഇവിടെ തന്നെയാണ്. ഷൂട്ടൊക്കെ വൈൻഡപ്പ് ചെയ്ത് എൻ്റെ ക്യാമറ പേഴ്സൺ ജസ്റ്റ് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ ഡ്രസ്സൊക്കെ മാറുന്നതിന് മുന്നേ നമുക്കൊരു യൂട്യൂബ് ലോങ് ഫോർമാറ്റ് വീഡിയോ കൂടി ഷൂട്ട് ചെയ്താലോ എന്നുള്ളൊരു ചിന്ത. സാധാരണ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു മടിയാണ് അത് ഷൂട്ട് ചെയ്യാൻ. പക്ഷെ ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോലെ ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിലാണ് കേട്ടോ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇരുന്ന് കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാം. ആരാ അത്? എന്താടാ എന്താടാ ചെടുതേ? സേ ഹായ്. ഹായ്. യു ഗോഡാ. ഞാൻ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ ഇതുപോലെ ഇരിക്കുമ്പോൾ വരും ചെറുത്. അപ്പം എൻ്റെ ഫ്ലോ അങ്ങോട്ട് പോകും. അങ്ങനെ അത്യാവശ്യം നല്ലൊരു ബ്രേക്കിന് ശേഷം കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളൊരു വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ ബ്രേക്ക് എടുത്തില്ലേ, അതായത് കുറേ കാലമായില്ലേ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവോ, നിങ്ങൾ എൻ്റെ വ്ലോഗ്സ് ഒക്കെ കാണുമോ, നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ട് പൂർവാധികം നെർവസ് ആയിട്ടാണ് ഞാൻ ആ വ്ലോഗ് പോസ്റ്റ് ചെയ്യുന്നത്. അതിന് പിന്നിലൊരു കഥ. ഈ വ്ലോഗ് ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസമായി, എഡിറ്റിംഗ് കഴിഞ്ഞ് അതെന്റെ കയ്യിലുണ്ടായിരുന്നു. പോസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഒരു മെന്റൽ ബ്ലോക്ക്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ ഇത്രയും വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് എൻ്റെ പാഷൻ തന്നെയാണ്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണത്. പക്ഷെ ചെയ്ത് വെച്ച ഒരു വ്ലോഗ് പോസ്റ്റ് ചെയ്യാൻ പോലും എനിക്ക് ഇത്രയും മെന്റൽ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. അതുപോലെ ആ വ്ലോഗ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ കമന്റ്സ് ഞാൻ വായിച്ചു. എന്ത് പറയണമെന്ന് അറിയില്ല, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. ഐ ജെന്യൂൻലി ഗോട്ട് ഇമോഷണൽ. ആ കമന്റ്സിൽ നിങ്ങൾ എല്ലാവരും ഏകദേശം ഒരുപോലെ പറഞ്ഞൊരു കാര്യമാണ് വി മിസ്ഡ് യു എന്നുള്ളത്. പിന്നെ കുറേ പേര് പറഞ്ഞു നിമ്മി ഇതുപോലെ ഓൾഡ് വ്ലോഗ്സ് നമ്മൾ റീവാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് പറഞ്ഞു എൻ്റെ വ്ലോഗ് കാണുമ്പം നല്ല മെന്റൽ പീസും അതുപോലെ എന്തോ ഒരു സമാധാനം കിട്ടുന്നുണ്ട്. ഇടയിലൊക്കെ ഞാനിങ്ങനെ ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പം, ഞാൻ ആ 75 days ചാലഞ്ച് ചെയ്ത സമയത്ത് കണ്ടിന്യൂസ്ലി എവറി ഡേ ഞാൻ പോസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന കുറേ കമൻസ് ഉണ്ട്. ഒരു കമൻറ്റ് ഞാൻ പിന്നെ റിപ്ലൈ ചെയ്യാൻ നോക്കുമ്പോഴേക്ക് അത് ഡിസപ്പിയർ ആയി. എനിക്ക് പിന്നെ കാണാൻ പറ്റിയില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. അവർ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്, ട്രീറ്റ്മെൻറ്റ് ഗോയിങ് ഓൺ ആണ്. അപ്പം എൻ്റെ വീഡിയോസ് കാണുമ്പം അവർക്ക് എന്തെന്നില്ലാത്തൊരു പ്രതീക്ഷയാണ് തിരിച്ച് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പം ജെന്യുവൻലി നമ്മൾ ഭയങ്കര ഇമോഷണൽ ആവും. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള നിലയിൽ ഇതിൻ്റെ അപ്പുറത്തൊന്നും എനിക്ക് വേണ്ട. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എൻ്റെ കമ്മ്യൂണിറ്റിക്ക് മീനിങ് ഫുള്ളായിട്ട് എന്തെങ്കിലും ഡെലിവർ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അത് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഇൻസ്പിറേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു പുഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ബ്ലസ്ഡ് ആണ്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളും ഞാൻ തന്നെ ആയിരിക്കും. എനിക്കറിയില്ല കേട്ടോ, ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാവുന്നുണ്ട് എന്ന്. അപ്പോൾ നിങ്ങളുടെ ഈ കമൻസ് ഒക്കെ വായിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നിട്ട് പോലും ഞാൻ എന്തുകൊണ്ട് റെഗുലർ വ്ളോഗ്സ് പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ പലരും പലപ്പോഴായിട്ട് ചോദിക്കുമ്പോഴും അതിനെങ്ങനെ ഉത്തരം പറയണം എന്നുള്ളത് എനിക്ക് എപ്പോഴും ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. അപ്പം ജെന്യുവിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പ്രശ്നം തന്നെയാണ് വ്ളോഗ് ഡിലേ ആവാൻ കാരണം. ബിക്കോസ് എനിക്ക് എപ്പോഴും ഐ എം സ്റ്റക്ക് വിത്ത് പെർഫെക്ഷൻ. അതൊരു നല്ലതുമാണ്, അതൊരു ശാപവുമാണ് ആക്ച്വലി. ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. കാരണം ഒരു വ്ളോഗ് ഞാൻ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലത്തെ ഒരു ഫീൽ എനിക്കതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് കിട്ടിയാലല്ലേ അത് നിങ്ങൾക്ക് കിട്ടുള്ളൂ ആ ഒരു ഫീല്. എന്തെങ്കിലും അതിൽ നിന്ന് സം ഇൻടേക്ക് ഷുഡ് ബി ദെയർ. നമ്മൾ എന്ത് കാണുമ്പോഴും, നമ്മളൊരു മൂവി കാണുമ്പോൾ പോലും അങ്ങനെയാണല്ലോ. അപ്പോൾ എനിക്കത് കിട്ടിയില്ലെങ്കിൽ, ഇല്ലെങ്കിൽ എഡിറ്റ്സിൽ എനിക്ക് ഞാൻ വിചാരിക്കുന്ന ഒരു പെർഫെക്ഷൻ എഡിറ്റിൽ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ അത് പോസ്റ്റ് ചെയ്യില്ല. ഒരു ബ്ലോക്ക് എനിക്ക് അവിടെ വന്നു. പിന്നെ ഒരുപാട് സ്ട്രെസ്സ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടി വന്നു. ഈ ഒരു പെർഫെക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രെസ്സ് ഞാൻ മെൻ്റലി എടുത്തു. ഞാൻ ആലോചിക്കും, ബിക്കോസ് മേ ബി അതിൻ്റെ ഒരു പേഴ്സണൽ തോട്ടായിരിക്കും, ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്യുമ്പോൾ. അതിൻ്റെ ഷൂട്ട്, എഡിറ്റ്, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ അടിയിൽ വരുന്ന ചില കമൻസ് ശരിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കമൻസ് എൻ്റെ വ്ളോഗ്സിൽ വരാറുണ്ട്. എൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ലക്കിയാണ് ടു ഗെറ്റ് യു ഗൈസ് ആസ് മൈ കമ്മ്യൂണിറ്റി. ഒരുപാട് മോസ്റ്റ്ലി ലേഡീസാണ്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന 1, 2, 3 കമൻസ് മാക്സിമം. അതിൽ വരിക ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കുന്നു, ഇത് എന്ത് ടൈപ്പ് ഓഫ് വ്ളോഗാണ്, കോണ്ടന്റ് ഇല്ല, റിപ്പിറ്റേറ്റീവ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ കമൻസ് വരുമ്പം നമുക്ക് അവരോട് പേഴ്സണലി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്യുമ്പം നമ്മളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത്. അപ്പോൾ അതെന്നെ വല്ലാണ്ട് ഡിമോട്ടിവേറ്റ് ചെയ്യും. ഞാൻ ആലോചിക്കും എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഒരു 3-4 ദിവസം എടുത്ത് ഞാൻ ഇതിന് മുകളിൽ ഇരുന്ന് ഇതിൽ ചിലപ്പം പല വ്ളോഗ്സിലും ബ്രാൻഡ് ഇൻ്റഗ്രേഷൻ പോലും ഉണ്ടാവില്ല. ഇതിൽ നിന്ന് ഇപ്പം എനിക്കെന്താ ബെനിഫിറ്റ് എന്നുള്ളത് ഞാൻ ചിന്തിച്ചു തുടങ്ങി.
മേ ബി അതൊരു റോങ് തോട്ട് ആയിരിക്കാം കേട്ടോ. അതെന്നെ വല്ലാണ്ട് ഡീമോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഈ ബ്രേക്കിന് കാരണം. ഓക്കെ, ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് എഫേർട്സ് കുറയ്ക്കാം, ബാക്കി കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം, ചെറിയ ചെറിയ ഷോർട്സ് പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീൽസ് പോസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് ഈ ചാലഞ്ച് 75 ഡേയ്സ് ചാലഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ തുടങ്ങുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ പെർഫെക്ഷനിൽ സ്റ്റക്ക് ആവുമ്പോൾ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം നിങ്ങളാണ്. കാരണം എന്ത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്താലും എനിക്ക് വരുന്ന കമൻറ്റ്, നിമ്മി വീഡിയോ ഇട്, നിമ്മി നമ്മൾ വെയിറ്റിംഗ് ആണ്. ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ എനിക്ക് പേഴ്സണൽ DMs വന്നുകൊണ്ടിരിക്കും, നിമ്മി ചേച്ചി പ്ലീസ് വ്ളോഗ് ഇട്, വീഡിയോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു യൂട്യൂബിൽ വ്ളോഗ് ഇട് ചേച്ചി. സോ എന്തോ ഐ എം സോ ബ്ലെസ്ഡ് യു ഗൈസ്. വേറൊരാൾ പറഞ്ഞിട്ടുമല്ല ഞാൻ റീസ്റ്റാർട്ട് ചെയ്തത്, നിങ്ങൾ കാരണമാണ്. ഇങ്ങനെ ഓരോ പോസ്റ്റിൻ്റെ അടിയിൽ കമൻസ് മെസ്സേജസ് ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ എന്തൊരു ലക്കിയാണ്. ബിക്കോസ് ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. അപ്പം അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. സത്യമായിട്ടും വേറെ ആരും പുഷ് ചെയ്തിട്ടല്ല, നിങ്ങളാണ് എൻ്റെ മോട്ടിവേഷൻ. നിങ്ങളെ നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഈ ഒരു സെറ്റപ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ പോലും ഞാൻ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഈ സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആലോചിക്കുന്ന ആളാണ്. എനിവേയ്സ്, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ ഈ വ്ളോഗ്സിൻ്റെ അടിയിലുള്ള കമൻസ് വായിച്ചപ്പം ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ്. ഈ പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ സ്റ്റക്ക് ആവുന്നതിലല്ല. കാരണം നിങ്ങൾക്ക് എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള വ്ളോഗ് ആയിരിക്കില്ല വേണ്ടത്. സോ മേ ബി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പ്രസൻറ്റ് ആയിരിക്കുക ഈ ഒരു സ്പേസിൽ എന്നുള്ളതായിരിക്കും. മേ ബി ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ് ദി മോസ്റ്റ്, ബീങ് പ്രസൻറ്റ്, ടോക്കിംഗ് ടു ദി പീപ്പിൾ ഹു ഹാവ് ബീൻ വിത്ത് മീ ഫോർ ഓൾ ദിസ് ഇയേഴ്സ്. എൻ്റെ ലൈഫിലെ എല്ലാ ചേഞ്ചസും കണ്ട ആൾക്കാരാണ് നിങ്ങൾ. എൻ്റെ പ്രഗ്നൻസി, അതുപോലെ അമ്മയായി കഴിഞ്ഞ ശേഷം പോസ്റ്റ്മോർട്ടം, ബാക്ക് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയത്, അത് കഴിഞ്ഞ് പതുക്കെ ജിമ്മ് ജോയിൻ ചെയ്ത് വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തത്, ആര്യൻകുട്ടൻ വളർന്ന് വലുതാവുന്നത്, അവനെല്ലാം പേരിടുന്നത് തൊട്ട് അവനിപ്പോൾ UKG പഠിക്കുകയാണ്, അതുവരെയുള്ള ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റേജും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ആൾക്കാരാണ് നിങ്ങൾ. ഇത്രയും കാലമായിട്ടും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഓരോ പ്രാവശ്യവും ഞാൻ വ്ളോഗ് പോസ്റ്റ് ചെയ്യുമ്പം കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഓടിയെത്താറുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഓടിയെത്താറുണ്ട്. ആൻഡ് ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ. So first of all, thank you so much for pushing me, thank you for waiting, thank you for coming back, thank you for making me feel so loved. ഇനിയും ഈ ഒരു സ്പേസിൽ നിന്ന് ഡിസപ്പിയർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കില്ല. എനിക്കിവിടെ പ്രസന്റ് ആയിരിക്കണം, നിങ്ങളുമായിട്ട് എപ്പോഴും ഈ ഒരു കണക്ഷൻ എനിക്ക് വേണം. അപ്പോൾ വരുന്ന വീക്കിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു പെർഫെക്റ്റ് വ്ളോഗ് എപ്പോഴും എൻ്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. ഭയങ്കരമായിട്ടുള്ള പെർഫെക്ഷനിലേക്ക് ഫോക്കസ് ചെയ്യാതെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ലോങ് ഫോർമാറ്റിൽ ചെറിയ റെസിപ്പി വീഡിയോസ്, അല്ലെങ്കിൽ മേക്കപ്പ്, സ്കിൻ കെയർ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പം ഷോപ്പിംഗ് ഹാൾ. അപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ, ഇല്ലെങ്കിൽ ഒന്നും നടന്നില്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും കാര്യം സംസാരിക്കാനെങ്കിലും ഞാൻ വരും എല്ലാ വീക്കിലും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടം ഹോം വ്ളോഗ്സ് ആണെന്ന് എനിക്കറിയാം. ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള, അല്ലെങ്കിൽ മോർണിംഗ് റുട്ടീൻ പോലെ പറ്റുന്ന സമയമൊക്കെ ഞാൻ നിങ്ങളെ എൻ്റെ ഒരു ഡേയിൽ കൂടെ കൊണ്ടുപോകാം. അങ്ങനത്തെ വീഡിയോസ്, റുട്ടീൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോർണിംഗ് റുട്ടീൻ സ്ഥിരം, ഈവൻ ഒരു മോർണിംഗ് വ്ളോഗ് ആയാലും പോസ്റ്റ് ചെയ്യാൻ. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന കോണ്ടന്റ് റിപ്പിറ്റേറ്റീവ് ആണെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കോണ്ടന്റ് പേർപ്പസിന് വേണ്ടി മാത്രമല്ല. ഐ ആം ബ്ലെസ്ഡ് ടു ഹാവ് ദിസ് കമ്മ്യൂണിറ്റി. അപ്പോൾ അവരുടെ അടുത്ത് എൻ്റെ ലൈഫ് വളരെ ജെനുവിൻ ആയിട്ട് പോർട്രേ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ എണീക്കുമ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ഡേ, എൻ്റെ ഒരു മോർണിംഗ്, എൻ്റെ ഒരു റുട്ടീൻ. അപ്പോൾ അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഒന്ന് പുഷ് ചെയ്യാൻ, ഒന്ന് ബോഡി മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ, ഡയറ്റ് നോക്കാൻ, ഇല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒന്ന് എണീറ്റ് നോക്കാൻ, ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഒരു ചെറിയ ശതമാനത്തോളം മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എനിക്കുള്ള ഏറ്റവും വലിയ റിവാർഡ് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷനിൽ നിന്നും. അപ്പം കോണ്ടന്റ് പേർപ്പസിന് വേണ്ടിയിട്ട് റിപ്പീറ്റേറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് വാച്ച് മൈ വീഡിയോസ്, ബിക്കോസ് ഐ ഡോണ്ട് പോസ്റ്റ് ഫോർ കോണ്ടന്റ്സ്. എൻ്റെ എവറി ഡേ വളരെ സിമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ യു ക്യാൻ മൂവ് ഓൺ, യു ഓൾവേസ് ഹാവ് ദ ഓപ്ഷൻ. എനിക്കിങ്ങനെ ഓരോരാളുടെ കമൻറ്റിനും അടിയിൽ വന്നിട്ട് റൂഡായിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ പ്ലീസ് മനസ്സിലാക്കുക, മൂവ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഒരുപാട് യൂട്യൂബ് ചാനലിൽ കാണും, അത് പോയിട്ട് കാണാം. ഇവിടെ എനിക്കുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് റെഗുലറായിട്ട് ഞാൻ ഇങ്ങനത്തെ വ്ളോഗ് പോസ്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഈവൻ ഇഫ് മോർണിംഗ് വ്ളോഗ് തന്നെ ഞാനൊരു 50 പ്രാവശ്യം പോസ്റ്റ് ചെയ്താലും ഇറ്റ്സ് ഓക്കെ, കാരണം ഇറ്റ്സ് മൈ എവറി ഡേ ലൈഫ്. സോ
ഇറ്റ്സ് ഓക്കെ അല്ലേ? ഒരു കാര്യം ഞാൻ പ്രോമിസ് ചെയ്യാം, ഇനി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആൻഡ് എൻ്റെ ഏറ്റവും വലിയ ഫോക്കസ് ഇനി ഉണ്ടാവാൻ പോകുന്നത് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുക, പോസ്റ്റ് സംതിങ് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇനി ആലോചിക്കുക. അങ്ങനെ നമുക്ക് യൂട്യൂബ് ലോങ് ഫോർമാറ്റിലേക്ക് പതുക്കെ തിരിച്ചു വരാം, സ്റ്റേബിൾ ആവാൻ നോക്കാം. അപ്പോൾ കുറേ നേരമായി നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് വൺ മോർ തിങ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്കൊരു സീരീസ് ഉണ്ടായിരുന്നു ഈ ടോക്ക് ലവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമായിരുന്നു. അത് റീസ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു ചിന്തയുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും തന്നെ എന്തെങ്കിലുമൊക്കെ ചോദ്യം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ട് റിലേറ്റഡ് ടു മൈ എവറി ഡേ ലൈഫ് റുട്ടീൻസ്, മദർഹുഡ്, ഇല്ലെങ്കിൽ വർക്ക്ഔട്ട്, ഡയറ്റ്, എനിത്തിങ്, മൂവീസ്, വാട്ട് എവർ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, എൻ്റെ സ്കിൻ കെയർ, മേക്കപ്പ്, എനിത്തിങ് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം ഇതിൻ്റെ അടിയിൽ തന്നെ പോസ്റ്റ് ചെയ്തോ. നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഈ ടോക്ക് ലെവൽ ഒരു എപ്പിസോഡായിട്ട് ചെയ്യാം. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് എന്നെ ഇങ്ങനെ പുഷ് ചെയ്തിട്ട് തിരിച്ച് യൂട്യൂബിലേക്ക് കൊണ്ടെത്തിച്ചതിന് നിങ്ങൾക്ക് മാത്രമാണ് കംപ്ലീറ്റ് ക്രെഡിറ്റ്. ലേഡീസ്, നിങ്ങളാണ് തിരിച്ചെന്നെ കൊണ്ടുവന്നത്. അപ്പം ഈ ടോക്ക് ലവിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ താഴെ ഇട്ടോളൂ. അടുത്ത എപ്പിസോഡ് ഞാൻ ഷൂട്ട് ചെയ്തോളാം. ഇങ്ങനെ ഇരുന്നിട്ട് തന്നെ നമുക്ക് സംസാരിക്കാം. ഇഫ് യു ലൈക്ക് ടു സീ എന്തെങ്കിലും കാഷ്വൽ മേക്കപ്പ് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ താങ്ക് യു വൺസ് അഗെയിൻ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഐ ലവ് യു സോ മച്ച്. താങ്ക് യു.